സർ, തെരുവ് നായകളെ പിടികൂടണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു സുപ്രീം കോടതി. വലിയ പ്രതിഷേധങ്ങളാണ് ഡൽഹിയിൽ നടന്നത്. ഒപ്പം ബോളിവുഡ് താരങ്ങളൊക്കെ രംഗത്തെത്തിയിരുന്നു തെരുവ് നായകളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിലിതാ ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഒരു ഭേദഗതി എന്നുള്ള രീതിയിൽ വരുത്തിയിരിക്കുന്നത് തെരുവ് നായകളെ പിടികൂടി വാക്സിൻ എടുക്കണം, വന്ധ്യംകരിക്കണം. ശേഷം എവിടെ നിന്നാണോ ഈ തെരുവ് നായകളെ പിടിച്ചത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുചെന്ന് വിടണം എന്നാണ്. അപ്പോൾ തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നു, കുഞ്ഞുങ്ങൾക്ക് കടിയേൽക്കുന്നു, കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. അതിലൊരു ഇളവുമായി വീണ്ടും സുപ്രീം കോടതി എത്തുന്നു. തെരുവ് നായ വിഷയത്തെ സുപ്രീം കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു നിഗമനത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ഇത് ഭാരതമാണ്. നായകളെ അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ടൊരു തീരുമാനം എടുക്കാൻ സുപ്രീം കോടതിക്കായാലും പറ്റില്ല. അതായത് മഹാഭാരതം എന്ന് പറയുന്ന ഭാരതത്തിന്റെ അല്ലെങ്കിൽ ലോക മനുഷ്യരുടെ മനസാക്ഷിയുടെ ഒരു ഇതിഹാസമാണ്. അത് തുടങ്ങുന്നത് സരമേൻ എന്ന് പറയുന്ന ഒരു നായിലും അവസാനിക്കുന്നത് സ്വർഗാരോഹണ ഘട്ടത്തിൽ ധർമ്മപുത്രരെ പിന്തുടരുന്ന ഒരു നായുമായിട്ടാണ് മഹാഭാരതത്തിന്റെ ഒരു സ്ട്രക്ചർ. ഭാരതത്തിലെ എല്ലാ കാലത്തും നായ എന്ന് പറയുന്നത് ഒരു ധർമ്മത്തിന്റെ കാവലാൾ അല്ലെങ്കിൽ കാലന്റെ പ്രതിരൂപമായിട്ടാണ്. അത് ഇതിനായിട്ട് അതായത് ധർമ്മത്തിന്റെ പ്രതിരൂപം അല്ലെങ്കിൽ ഈ കാലന്റെ വാഹനം, കാലഭൈരവന്റെ വാഹനമായിട്ടാണ് ഇന്ത്യയില് എല്ലായിടത്തും നായയെ പരിഗണിച്ചിട്ടുള്ളത്. അപ്പം മനുഷ്യനോട് ഏറ്റവും അധികം ഇണങ്ങുകയും മനുഷ്യന് ഏറ്റവും അധികം സഹായങ്ങൾ ചെയ്യുകയും, അത് ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവർ ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പല കാലഘട്ടങ്ങളിലും നായാണ് മനുഷ്യന്റെ ഒരു സന്തത സഹചാരി. ഈ പറയുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അതീവമായി വർദ്ധിപ്പിച്ച ഒരു കണക്ക് നായയുടെ കാര്യത്തിൽ കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം. നമുക്കിപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇന്ന് നമ്മൾ തെരുവിൽ കാണുന്നതിൽ കൂടുതൽ നായകൾ പണ്ട് കാലത്തുണ്ടായിരുന്നു. അവ വീടുകളിൽ കയറി ഇറങ്ങി നടക്കുകയും, അതായത് നാട്ടു നായകളാണ്. ഇന്ന് കൂടുതൽ നായകളും ഫ്ലാറ്റിലും മറ്റേ ആളുകളുടെ മടിയിലും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. മറ്റേത് എന്ന് പറയുന്നത് തെരുവ് നായ്ക്കൾ അല്ലെങ്കിൽ നാട്ടുനായ്ക്കൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് പലപ്പോഴും സഹായമായിട്ടുള്ള ഒരു ജീവിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ നായയുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെയധികം മനുഷ്യനോട് വളരെയധികം കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ജീവിയാണ്. ഇപ്പൊ തമിഴ്നാട്ടില് ഒരു ക്ഷേത്രമുണ്ട്, മലയുടെ മുകളിലാണ്. അവിടേക്ക് പോകുന്നതിന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നായ കൂട്ടിക്കൊണ്ടുപോകും. അത് തമിഴ്നാട്ടിലെ ഒരു വലിയ വിഭാഗത്തിന്റെ വിശ്വാസവും അനുഭവമാണ്. പണ്ട് കാലത്ത് ഈ കേരളത്തിൽ തന്നെ ഉടമസ്ഥൻ സാധനങ്ങളോ വല്ലതും മേടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ അക്കമ്പനി ചെയ്യും. അപ്പോൾ ഈ സംഭവം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായ ഒരു ഭീതിതമായ ജീവിയായിട്ട് പിന്നീട് മാറ്റുകയാണ് ചെയ്തത്. നായക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ ബാക്കി ഭാഗത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ കേരളത്തിൽ സംഭവിച്ചേക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ മതിലുകൾ കെട്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ ഈ നായകളൊക്കെ മതിലിന് പുറത്തായി റോഡുകളിലായി തുടങ്ങി. അപ്പം അതുപോലെ തന്നെ ഈ റോഡുകളിൽ പൊതുസ്ഥലത്ത് വേസ്റ്റ് നിക്ഷേപിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. മറ്റേന്ന് പറയുന്നത് വീടുകളിൽ മിച്ചം കിടക്കുന്ന എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് നായകൾ ജീവിച്ചു പോരുന്ന ഒരു സന്ദർഭമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് നായയെ കാസ്ട്രേറ്റ് ചെയ്ത് അതിനെ എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ
തിരിച്ച് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മളുടെ നായ വിരുദ്ധർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നായ ആളിനെ കണ്ടവുടൻ കടിക്കും എന്നുള്ള ഒരു എന്താണ് ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചിട്ടാണ് പറയുന്നത്. അത് ശരിയല്ല. നമ്മളിപ്പം അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നായയെ കണ്ട് ഭയക്കുന്ന, അതായത് നിലവിളിക്കുന്ന കുട്ടികളെയൊക്കെയാണ് അത് സാധാരണഗതിയിൽ കടിക്കാറുള്ളത്. പിന്നീട് നിങ്ങൾ നായ ഒരു കല്ലെടുത്ത് എറിഞ്ഞു നോക്കുക. കല്ല് കൊണ്ടു കഴിഞ്ഞാൽ ഇത് കുറച്ചു ദൂരം ഓടിയിട്ട്, അതായത് അടുത്ത കല്ലിന്റെ റേഞ്ചിന് അപ്പുറത്ത് പോയി നിന്നിട്ട് അത് തിരിഞ്ഞു നോക്കും, നോട്ട് ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള വിഷയങ്ങളിൽ അത് വളരെ എന്താണ് മെന്റലി റക്കാകുന്ന ഒരു ടൈപ്പ് നായകൾ അങ്ങനെ ഉണ്ട്. അതേസമയം നിങ്ങൾ അതിന് ഭക്ഷണം കൊടുത്തു നോക്കുക, അത് നിങ്ങളുടെ കാവൽക്കാരനായിട്ട് അതിനെ അവിടെ ഇരിക്കും. അപ്പം ഈ പറയുന്ന ഒരു നായയോട് ഇന്ത്യൻ ജനതയ്ക്ക് ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മതവും വിശ്വാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇതിനെതിരെ നായകളെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നത് നായ എന്താണ് ഒരു കൊള്ളരുതാത്ത മൃഗമാണ് എന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അവര് ഒരു 10-15 വർഷം മുമ്പ് നമ്മളുടെ തെരുവുകളിലൊക്കെ നായയെ വെട്ടി അഭ്യാസം കാണിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം അവര് സ്വാഭാവികമായിട്ടും ഇതിന്റെ പുറകിൽ നിൽക്കും. പക്ഷേ നമ്മളുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ നമ്മൾ ഒരു പരജീവി സ്നേഹത്തിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ജീവി. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ നായ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ളത് നോക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം. അത് ആ ലൈനാണ് ഇപ്പോൾ സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. ഇതിനെ കാസ്ട്രേറ്റ് ചെയ്യുകയും, അതായത് ഇതിന്റെ വർധനവ് ഒഴിവാക്കാൻ കാസ്ട്രേറ്റ് ചെയ്യണമെന്നാണ്. പക്ഷെ കാസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഇതിനെ പിടിക്കാൻ പോകുന്ന ഒരു വലിയ പാടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു കൂട്ടം നായകളുണ്ട് എന്ന് പറഞ്ഞിട്ട് നായ പിടിക്കാനുള്ള കക്ഷി എന്ന് കഴിഞ്ഞാൽ പരമാവധി 1-2 നായകളെ കിട്ടാറുള്ളൂ. കാരണം അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം ഡിസപ്പിയർ ചെയ്യും, ബാക്കിയുള്ള നായകളെല്ലാം. ഇത് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത്, പോണ്ടിച്ചേരി പോവുകയാണെങ്കിൽ പോണ്ടിച്ചേരി കടപ്പുറത്ത് നായശല്യം ഒഴിവാക്കാനായിട്ട് ഗവൺമെന്റ് വളരെ ശക്തമായ തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവർ വരുന്ന ടൈം, വണ്ടിയുടെ സൗണ്ട്, അവരുടെ സ്മെല്ലൊക്കെ മനസ്സിലാക്കി നായകളെല്ലാം അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്യും. ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഒരാഴ്ച മുമ്പ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് ചെയ്ത രാവിലെ വെളുപ്പിന് 6 മണിക്ക് ഇറങ്ങി നായ പിടിക്കാൻ ശ്രമിച്ചു, അപ്പോഴും നടന്നിട്ടില്ല. അപ്പം ഇതില് സുപ്രീം കോടതി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് അത് വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ്. പിന്നീട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. ഗവൺമെന്റ് ലോക്കൽ സെൽഫ് ബോഡികളോ ഒക്കെ സ്വീകരിച്ച് അതിന് അവർക്ക് എന്താണ് പൗണ്ടുകൾ, അതായത് പണ്ട് കാലത്ത് അലഞ്ഞു തിരിയുന്ന പശുക്കളെയൊക്കെ പിടിച്ച് കെട്ടാനായിട്ട് പൗണ്ടുകൾ പോലത്തെ സംവിധാനം ഉണ്ടാക്കിയിരുന്നു. ഇതില് നായയോട് ഇഷ്ടമുള്ള നായപ്രേമികൾ ധാരാളമുണ്ട്. അവർക്ക് ഇതിന്റെ ചുമതല കൊടുത്തിട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളും ഒക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിധി ഒരുപാട് കുറയും. എനിക്ക് തോന്നുന്നത് പണ്ട് നായ കടിച്ചിരുന്ന അത്രയും കേസുകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല. പിന്നീട് ഇത് നായശല്യം കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയുന്നത് രാത്രിജന്മാർക്കും മോഷ്ടാക്കൾക്കും അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ആയിരിക്കാം ഇതിന്റെ ഒരു ശല്യം കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടും നായയോട് ഒരു നല്ല സമീപനം സ്വീകരിക്കുന്നതാണ് നാട്ടുകാർക്ക് നല്ലത്. അത്രയുമാണ് കാര്യത്തിൽ പറയാനുള്ളത്. സുപ്രീം കോടതിയുടെ തീരുമാനം കുറച്ചുകൂടെ പോസിറ്റീവായിട്ട്, ഇതിന് ടാറ്റായ്ക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് നായകളെ സംരക്ഷിക്കാനായിട്ട്. അവരുടെ അഡ്വൈസ് ഇതിൻ്റെ അകത്ത് സ്വീകരിക്കാവുന്നതാണ്. ഇപ്പം കേരളത്തിൽ തന്നെ പല നായ പ്രേമികളുമുണ്ട്. അപ്പൊ അവരുടെ അഡ്വൈസ് സ്വീകരിക്കാതെ വെറും നമ്മള് എന്താണ് പട്ടി കടിച്ചാൽ പേവിഷബാധ ഉണ്ടാകും എന്നുള്ള ഒറ്റ മാനദണ്ഡത്തിൽ മാത്രം ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യരാശി നാശത്തിലായിരിക്കും എത്തിച്ചേരാൻ പോവുക.
എന്തായാലും നായകളോടുള്ള സുപ്രീം കോടതിയുടെ സമീപനത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഒപ്പം നായപ്രേമികൾക്ക് അല്ലെങ്കിൽ നായകളെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ്. പക്ഷേ വന്ധ്യകരണം നടത്തും, നായകളെ പിടിച്ച് വാക്സിൻ എടുപ്പിക്കും, ശേഷം എവിടെ നിന്ന് പിടിച്ചോ അവിടെ തന്നെ കൊണ്ടുവിടണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അശോക് സാർ സൂചിപ്പിച്ചതുപോലെ നായകളുമായി ഒരുപക്ഷെ ഭാരതത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഭാരതത്തിന് ഒരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ പുരാണങ്ങളിൽ ഉൾപ്പെടെ ശ്വാനന്മാർ എന്ന രീതിയിൽ ഇവർ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വീട്ടിലെങ്കിലും ഒരു പെറ്റ് എന്ന നിലയിൽ നായകൾ ഉണ്ടാകും. ഇല്ലാത്തത് വളരെ വിരളവുമായിരിക്കും. അപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധി അത്തരത്തിലുള്ള നായപ്രേമികൾക്ക് അനുകൂലമായി മാറുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും തൽക്കാലം തെരുവ് നായകളെ കൊല്ലരുത് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത. വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.